തിരുവനന്തപുരം ജില്ലയിലെ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ അടിയന്തര യോഗം വിളിച്ചു മന്ത്രി വി ശിവൻകുട്ടി. സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ചേംബറിൽ വിളിച്ച യോഗത്തിൽ മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ്, ജി ആർ അനിൽ, മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഗോപാൽ ഷീലാ ചനൽ നൽകും വിശദാംശങ്ങൾ. ഗോപാൽ, ഈ അവധി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാലതാമസം ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരു വിവാദത്തിലേക്ക് പോയെന്നല്ല, വലിയൊരു ചർച്ച തന്നെ നടന്നു. കാരണം കുട്ടികളൊക്കെ അതിൽ ബുദ്ധിമുട്ടി. പക്ഷെ കളക്ടർ പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം മഴയുടെ തോതൊക്കെ കണ്ടാണ് അവധി പ്രഖ്യാപിക്കുന്നതിലേക്ക് കടന്നത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുമെന്നാണ് കളക്ടർ പറയുന്നത്. ഇനി ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യാനാണ് പ്ലാൻ? മറ്റൊന്ന്, ഇന്നിപ്പോൾ യോഗം വിളിച്ചത് നമുക്കറിയാമല്ലോ, തലസ്ഥാന നഗരം തന്നെ നഗര വ്യത്യാസമില്ലാതെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ എന്തെങ്കിലും അടിയന്തരമായ നടപടികളിലേക്ക് കടക്കാൻ യോഗത്തിൽ ആലോചന നടത്തിയിട്ടുണ്ടോ? എന്താണ് യോഗത്തിൽ ഉണ്ടായ വിഷയങ്ങൾ? റോഷ്നി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ അവധി തന്നെയായിരുന്നു. കാരണം രാവിലെ 6:30 അവധി അറിയിപ്പ് കളക്ടർ നൽകുന്നത്. പിന്നാലെ തന്നെ ഈ വൈകിയുള്ള അറിയിപ്പിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു. കാരണം പല കുട്ടികളും വീടുകളിൽ നിന്നൊക്കെ പുറപ്പെട്ട് ട്യൂഷന് പോകുന്ന കുട്ടികളും അതിനോടൊപ്പം തന്നെ ഈ പട്ടം കേന്ദ്രീയ വിദ്യാലയം പോലെയുള്ള സ്ഥാപനങ്ങളിൽ രാവിലെ 6 മണി ഷിഫ്റ്റിൽ ക്ലാസ്സുകൾ തുടങ്ങാറുണ്ട്. അത്തരം സ്ഥാപനങ്ങളിലേക്കൊക്കെ കുട്ടികൾ പോയിരുന്നു. പിന്നീട് അവിടെ ചെല്ലുമ്പോഴാണ് ഇത്തരത്തിൽ ഇന്ന് അവധിയാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അറിയുന്നത്. അതും വലിയ മഴയുള്ള ഒരു അന്തരീക്ഷം കൂടിയാണ്. തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും കളക്ടർക്കെതിരെ വലിയ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ അവരുടെ വിശദീകരണം വരുന്നത്. കളക്ടർ പറയുന്നത്, സാധാരണഗതിയിൽ യെല്ലോ അലേർട്ട് ഉള്ളപ്പോൾ അവധി നൽകാറില്ല ഒരു സാഹചര്യം ഉണ്ടാകാറില്ല. കാരണം അത്ര വലിയ മഴ പെയ്യാറില്ല. 115 മില്ലിമീറ്റർ വരെയാണ് യെല്ലോ അലേർട്ട് നൽകാറുള്ളത്. എന്നാൽ ഇന്നലെ ഓറഞ്ച് അലേർട്ടിന് സമാനമായി ഏകദേശം 132 മുതൽ 135 മില്ലിമീറ്റർ മഴ ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ പെയ്തുവെന്നും തുടർന്ന് ഓരോ താലൂക്കുകളിലും ഇന്ന് രാവിലെയാണ് വിവരം ലഭിച്ചതെന്നും അതുകൊണ്ടാണ് ഇത്തരത്തിൽ 6:30 ഹോളിഡേ ഡിക്ലെയർ ചെയ്യേണ്ടി വന്നത് എന്നുമാണ് ഇത്തരത്തിൽ ജില്ലാ കളക്ടർ അനുകുമാരി നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ വലിയ വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ചില കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കുമെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതായി അറിയാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സാഹചര്യങ്ങളിൽ നേരത്തെ കൂട്ടി ഒരു പരിധിവരെ നേരത്തെ കൂട്ടി ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ അവധി പ്രഖ്യാപനം നടത്താം എന്നുള്ള ഒരു ഉറപ്പ് കൂടി നൽകുന്നുണ്ട്. 6:25 എന്നുള്ളത് ഒരു 5 മണി സമയത്തൊക്കെ അവധി നൽകി രാവിലെ ഉണർന്നു വരുന്ന സമയത്ത് അവധിയാണ് എന്ന തരത്തിലേക്കുള്ള അറിയിപ്പ് കിട്ടുന്ന തരത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കാമെന്നുള്ള ഒരു തീരുമാനം കൂടി ഇന്ന് അനുകുമാരി നമ്മോട് വ്യക്തമാക്കുകയുണ്ടായി. മറ്റൊന്ന്, ഈ അടിയന്തര യോഗം സെക്രട്ടേറിയറ്റിൽ വിളിച്ചത് സംബന്ധിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഏറെ നാളുകൾക്ക് ശേഷം പെയ്തൊരു കനത്ത മഴയായിരുന്നു ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ നീണ്ടു നിന്നത്. ഇതോടുകൂടി തന്നെ നഗരത്തിൻ്റെ വിവിധ ഇടങ്ങൾ വെള്ളത്തിനടിയിലായി. വലിയ തരത്തിലേക്കുള്ള ബുദ്ധിമുട്ട് പലർക്കും നേരിടേണ്ടി വന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സെക്രട്ടേറിയറ്റിലെ അനക്സ് മന്ത്രിയുടെ ചേംബറിൽ, അനക്സ് 2 മന്ത്രിയുടെ ചേംബറിൽ അടിയന്തര യോഗം വിളിച്ചത്. യോഗത്തിൽ വകുപ്പുകൾ, അതായത് PWD റോഡുകളിൽ കെട്ടി നിൽക്കുന്ന വെള്ളം PWD തന്നെ നീക്കം ചെയ്യും. അതുപോലെ KRFB, സ്മാർട്ട് സിറ്റി എല്ലാം അങ്ങനെ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതുതരം സാഹചര്യവും നിയന്ത്രണ വിധേയമാക്കാൻ